രാഹുലിനെതിരായ പരാതി സ്വർണ്ണക്കൊള്ള മറക്കാനുള്ള സർക്കാരിന്റെ നീക്കമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള CPM നീക്കമാണിത്. കോൺഗ്രസ് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത്. CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഇത്ര ആത്മവിശ്വാസത്തോടെ ഇത് പറയാൻ രാഹുലും BJP അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഇത് CPMന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലയിന്റെ കൊള്ള ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ അവരൊരു ശ്രമം. ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി, എന്നിട്ടും പാലക്കാടിന് ജനങ്ങളെ തലയിൽ കെട്ടിവെച്ചു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ഞങ്ങളത് സമ്മതിക്കില്ല. രാഹുലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ നമ്മൾ മാനിക്കേണ്ടത്, അപ്പോൾ എല്ലാ കാര്യങ്ങളും രാഹുലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് സംബന്ധിച്ചു. ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളവർ നമുക്കറിയില്ല. ഷബീർ ഒമർ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ഷബീർ, ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കേസെടുത്തത് നന്നായി എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ എടുക്കണമായിരുന്നു അദ്ദേഹം പറയുന്നത്? അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന കാര്യം മനസ്സിലായില്ല. പക്ഷേ ഇതിനോട് എന്താണ് മന്ത്രി വി ശിവൻകുട്ടി നൽകുന്ന മറുപടി? ആനീഷ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ഇത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് എന്ന വാദം കൂടി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനുമൊപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കളും പറയുന്നതിന് സമാനമായ പ്രതികരണമാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായത്. ഈ വിഷയത്തിലാണ്, ഈ പ്രതികരണത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലും BJP അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. എന്ന് വെച്ചാൽ അവർ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഒരു വ്യക്തിയെ കുറിച്ച് നന്നായി അറിയുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ. അതായത് രാജീവ് ചന്ദ്രശേഖർക്ക് മാങ്കൂട്ടത്തിനുമായി ഏതെങ്കിലും തരത്തിൽ കൂട്ടുകെട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്ന നിലയ്ക്കായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നാഭിപ്രായമുണ്ട്, രണ്ടഭിപ്രായമുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ആടി വിലകിയാണ് എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അനീഷ. ശരി, ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല പൂജാ സമയം.